ഞാൻ പാർക്കിൽ വന്നതാണ് കേട്ടോ ഗൈസ്. അതായത് പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് പറയാനൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് അതിലേക്കൊന്ന് കറങ്ങി. ഞാൻ വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ റൂമിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഇക്ക പറഞ്ഞ് നമുക്ക് പാർക്കിലൊന്ന് പോകാറുണ്ട്. പക്ഷെ ഇത് ലേഡീസ് ഉള്ളിയാണ് കേട്ടോ, ഇക്കാക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇക്ക എന്ത് ചെയ്തു, എന്നെ അങ്ങോട്ടാക്കിയിട്ട് അവിടെ കുറേ ലേഡീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആരെയാലും മനസ്സിലാവില്ല. അപ്പം ഞാനിവിടെ ഇരുന്നു. ഇക്ക എന്നാൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പോയി. ചാവി ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ പാർക്കുള്ളത്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാനങ്ങനെ പോവും. അല്ലെങ്കിൽ ഇക്ക വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ചിലപ്പോൾ റൂമൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ഉൾവശം എന്ന് പറയണത്. ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ ലേഡീസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫോട്ടോയിൽ അധികം എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ അവരെ ഉൾപ്പെടുത്താതെ കുറേ എടുത്തതാണ്. ഇതാണ് എൻട്രി. അവിടെ വല്ലാതെ അടിപൊളിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ പോയിരിക്കാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബോറാട്ടെങ്കിൽ പിന്നെ വിദേശത്തുള്ള പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളാഘോഷം. അതായത് നമുക്ക് നാട്ടിലാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകും. ഫാമിലീസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് എൻജോയ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ നമുക്ക് അധികം പോകാനില്ല. ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അങ്ങനെ കുറച്ച് ആൾക്കാരെടുത്താണ്. കുറേ ആൾക്കാർ പണിയുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് എങ്ങോട്ടും പോയില്ല. അപ്പോൾ ഇവിടെ സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ, പക്ഷേ എന്തൊക്കെ പെരുന്നാളായതുകൊണ്ട് ഭയങ്കര പാർക്കിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല. നാളെ വേണം ഞങ്ങൾക്ക് അതിലൊക്കെ പോകാനൊക്കെ, അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാളെയൊക്കെ പോകണം. അപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ അടുത്ത റൂമിൻ്റെ അടുത്ത് നമ്മളെ ഫ്രണ്ട്സൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും നമുക്ക് അവരെ കൂട്ടി നമുക്ക് ഇതേപോലെ പാർക്കിലൊക്കെ വന്നിരിക്കാം. അവിടെ കുറേ ആൾക്കാരുണ്ട്, ഒക്കെ വേറെ വേറെ ഭാഷ നമുക്കറിയില്ല, ഒക്കെ അറബിയ പറയുന്നത്. അപ്പോൾ ആരും പോയി മലയാളിയാണെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കലും ചെയ്യാം. ഇതിങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര ബോറടിയിട്ടോ. എനിക്ക് റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര ചടപ്പ്. അപ്പോൾ ഇക്കാരണം നമുക്ക് അതിൽ നടക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ പാർക്കുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടേക്ക് മെയിൽസ് ആരുമില്ല, ലേഡീസ് ഉള്ളയാണ്. അങ്ങനെ ഗൈസ് ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഞാനങ്ങനെ പതിയെ നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞു. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, കുറേ അറബിക്സിനെ. അപ്പം ഞാൻ അതിലങ്ങനെ നടന്നു. അപ്പോൾ ഇതിലാണ് കേട്ടോ നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ കുറേ പൂച്ചകളൊക്കെ. അപ്പോൾ നമ്മളെ നാട് പോലെ തോന്നി എനിക്ക്. ഇതിലാണ് നമ്മളൊക്കെ വേസ്റ്റ് കൂടുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ നടന്നപ്പോഴേക്കും എൻ്റെ റൂം എത്താനായിട്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ അങ്ങനെ എടുത്തതാണ് കംപ്ലീറ്റ്. പിന്നീട് ഇതൊക്കെ കാണുമ്പോൾ രസമാണല്ലോ. അങ്ങനെ ഏതായാലും അകത്തേക്ക് കയറി പിന്നെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ. അപ്പോൾ ഞാൻ കഴിച്ചു. ഇക്കാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.